ജടായു പാറ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്ന ജടായു എർത്ത് സെൻറ്റർ ചടയമംഗലം ലോകത്തിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഭംഗിയായി നടത്തുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. മാത്രമല്ല ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ പക്ഷിശില്പവും. നമ്മൾ ജടായു എർത്ത് സെൻറ്ററിലെത്തി നേരെ വണ്ടി പാർക്കിംഗ് ഏരിയയിൽ പോയി 30 രൂപ കൊടുത്ത് പാർക്ക് ചെയ്തു. വളരെ സന്തോഷത്തോടു കൂടി തന്നെ 30 രൂപ കൊടുക്കാം, കാരണം അത്രയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയയാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് നേരെ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്താം. അപ്പോൾ തന്നെ നമുക്ക് കാണാം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. ഇന്ത്യക്ക് അകത്തു നിന്നുള്ള പല സംസ്ഥാനത്തു നിന്നുള്ളതും കേരളത്തിൽ നിന്നുള്ളത് തന്നെ ഒരുപാട് പേര് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്കുള്ള ഗൈഡ് ലൈൻസ്, ആ വഴികളൊക്കെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നേരെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നടന്ന് കയറി പോവാം, സ്റ്റെപ്പ് കയറി പോവാം, അല്ലാന്നുണ്ടെങ്കിൽ കേബിൾ കാറിൽ പോവാം. അപ്പോൾ നമ്മൾ കേബിൾ കാറാണ് ഓപ്റ്റ് ചെയ്തത്. ഒരാൾക്ക് 500 രൂപ വെച്ചിട്ട് 4 പേർക്ക് 2000 രൂപ അടച്ചു. അപ്പോൾ അവിടെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് മുഴുവൻ വളരെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ശുചിമുറികൾ എവിടെയൊക്കെയുണ്ട്, എത്ര സ്റ്റെപ്പ് ഉണ്ട് കയറാനായിട്ട്, എത്ര കിലോമീറ്റർ നമുക്ക് കയറണം എന്നുള്ളതെല്ലാം വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സെൻ്ററാണിത്. അപ്പോൾ ആദ്യം നമുക്ക് സുരക്ഷാ പരിശോധനയുണ്ട്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ, നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്ത് ഒന്നുമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടാണ് അവർ മുകളിലേക്ക് കയറ്റി വിടുക. അപ്പോൾ ഇതാണ് കേബിൾ കാർ തുടങ്ങുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ്. നോക്കൂ, നിങ്ങളിപ്പോൾ കയറി ചെല്ലുന്നതാണ് ഇതിൻ്റെ ലോഞ്ച്. അതായത് നമ്മൾ കേബിൾ കാർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ടേൺ ആവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ലോഞ്ച് ഉണ്ടല്ലോ, ആ ലോഞ്ചിലേക്കാണ് കയറി ചെല്ലുന്നത്. നോക്കൂ, നമ്മുടെ സാധാരണ എയർപോർട്ടിൽ കാണുന്ന അതേ ഫെസിലിറ്റീസാണ് അവരിവിടെ ഒരുക്കിയിട്ടുള്ളത്. നോക്കൂ എന്ത് വൃത്തിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്, എന്ത് ഭംഗിയാണ് ഇവിടെ എന്നറിയാമോ. നമുക്ക് ഇന്ത്യയിൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലും ഇതേമാതിരിയുള്ള ക്വാളിറ്റിയോ വൃത്തിയോ നല്ല സർവീസോ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും, ക്വാളിറ്റിയിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ ജടായു എർത്ത് സെൻറ്റർ. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം അഭിമാനമായിട്ടുള്ള ജടായു എർത്ത് സെൻറ്റർ എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോയി എന്ന് തന്നെ പറയാം. കാരണം ഇങ്ങനെ ഒരു ലോഞ്ചിൽ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ വിളിക്കുകയാണ്, ഇത്ര പേർക്ക് പോകാം, ഇന്ന ആൾക്കാർക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു തിക്കും തിരക്കും ഇല്ലാണ്ട്, നമ്മൾ സാധാരണ ഒരു സ്ഥലത്തൊക്കെ കാണുന്നത് എന്താ, ഉന്തി തള്ളിക്കല്ലേ പോകുന്നത്. ഇതൊന്നുമില്ല, നമുക്ക് നല്ല വ്യക്തമായിട്ട് അടുക്കും ചിട്ടയോടുകൂടി എല്ലാം അനുസരിച്ച് കയറി പോകുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഞങ്ങളുടെ ടേൺ വന്നു. ഞങ്ങളും കേബിൾ കാറിൽ കയറിയിട്ട് നേരെ ജടായു എർത്ത് സെൻറ്ററിൻ്റെ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിസുന്ദരമായ ഒരു യാത്രയാണ്. കാരണം എന്താ പറയുമ്പോൾ, നമുക്ക് കേബിൾ കാറിൽ നിന്ന് കിട്ടുന്ന വ്യൂ ഉണ്ടല്ലോ, അപ്പോൾ ഈ ജടായു പാറയുടെ ഒരു സൈഡ് ഉണ്ടല്ലോ, വലിയ കാര്യമായിട്ട് കെട്ടിടങ്ങളോ കാര്യമൊന്നുമില്ല, നിറച്ച് പച്ചപ്പുള്ളൊരു ഏരിയ നമുക്ക് വ്യൂ കിട്ടുന്നത്. എത്ര മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണമെന്ന് അറിയാമോ. ശരിക്കും ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങളൊരു ഹെലിപ്പാഡ് കാണുന്നില്ലേ, ഇവിടെ ഹെലികോപ്റ്റർ സർവീസ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് ഹെലികോപ്റ്ററിൽ കയറിയിട്ട് മുകളിൽ ആകാശത്തേക്കൂടെ കറങ്ങി നടന്നിട്ട് ഈ ജടായുവിൻ്റെ മുഴുവൻ ദൃശ്യങ്ങളും കാണാനായിട്ടുള്ളൊരു സർവീസ് ഉണ്ടായിരുന്നു. കൊറോണയ്ക്ക് ശേഷം അത് റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 8-10 മിനിറ്റിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ആ മുകളിലെത്തി, ജടായു റിസോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി. ഈ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് കിട്ടിയൊരു വ്യൂ ഉണ്ടല്ലോ, എന്ത് രസമാണ്. നമ്മൾ ആ വന്ന വഴിയും ബാക്കിയുള്ള സീനറി എന്ന് പറയാമോ, നല്ല പച്ചപ്പായിട്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. എന്തായാലും അത് നമ്മൾ എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മളിങ്ങനെ കറങ്ങി ഇങ്ങനെ നോക്കിയപ്പോഴാണ് സ്റ്റെപ്പ് കണ്ടത്. അതായത് താഴത്തുനിന്ന് ടിക്കറ്റ് എടുത്ത് കയറി വന്ന് നടന്ന് കയറി വരുന്ന ആൾക്കാർ വരുന്ന സ്റ്റെപ്പാണ്. അതും ഭംഗിയായിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ്. 1 കിലോമീറ്റർ ദൂരം നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് കയറി വരാനായിട്ട് സാധിക്കും.
അങ്ങനെ അവസാനം നമ്മൾ എത്തിച്ചേർന്നു എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പത്തിൻ്റെ അടുത്തെത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും പറയാം, ഇന്ത്യയിലെ ഏറ്റവും നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഏറ്റവും ക്വാളിറ്റിയുള്ള, ഏറ്റവും പ്രൊഫഷണൽ സർവീസുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ജഡായു എർത്ത് സെൻറ്റർ. ഇവിടെ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതും കൊറോണയ്ക്ക് മുമ്പായിരുന്നു. അതിപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് വീണ്ടും ഇവർ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷിക്കാം. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഒരു മ്യൂസിയവും ഒരു 6D തിയേറ്ററും വരുന്നുണ്ട്. അതും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി ആകുമ്പോഴത്തേക്കും ഇത് ഏകദേശം ഫുൾ സിംഗിൽ വരും. അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, ഈ തിയേറ്റർ, മ്യൂസിയം, അതുപോലെ തന്നെ ഹെലി സർവീസ്, ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് ഈ ജഡായു എർത്ത് സെൻറ്റർ ഒരു ലോകത്തിലെ തന്നെ നമ്പർ 1 ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറും. യാതൊരു സംശയവുമില്ല. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ഈ ഹെലി സർവീസ്. ഇവിടെ ഉണ്ടായിരുന്ന ഹെലി സർവീസിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏത് വ്യൂ ആണ് കിട്ടുക എന്നുള്ളത് നോക്കൂ. ഈ ഒരു ഹെലിക്യാം ഷോട്ട് ഞാൻ കാണിച്ചു തരാം. എന്ത് ഭംഗിയാണല്ലേ നമ്മൾ ആകാശം നോക്കുമ്പോൾ. അപ്പോൾ ഈ ജഡായു എർത്ത് സെൻറ്ററിൻ്റെ മുഴുവൻ ഭംഗിയും നമുക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവർ നടത്തുന്ന ഹെലി സർവീസിൽ കയറിയിട്ട് ഒരു ഹെലികോപ്റ്റർ എക്സ്പീരിയൻസ് നമ്മൾ എടുക്കണം. നിർഭാഗ്യവശാൽ അതിപ്പോൾ ഇല്ല. നമുക്കത് അവർ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം അതിലാണ് നമുക്ക് ഇതിൻ്റെ മുഴുവൻ ഭംഗിയും നമുക്ക് ഒപ്പിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ വ്യൂ വളരെ നല്ല വ്യൂ ആണ്. ഇത് ആ വീഡിയോ അവർ ഷെയർ ചെയ്ത് തന്നതാണ് കേട്ടോ. കാരണം ഈ വ്യൂ ആണ് നമുക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് കിട്ടണമെന്ന്